അപ്പോൾ ഞാനിന്നിവിടെ ചാള അല്ലെങ്കിൽ മത്തി എന്നൊക്കെ പറയും, അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചാള നന്നാക്കുന്ന വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ചിരിയൊക്കെ വരണുണ്ടാവും കേട്ടോ. ഇത് ഇത്ര വലിയ വീഡിയോ ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സിമ്പിളായിട്ട് നന്നാക്കിയെടുക്കാവുന്ന ഒന്നാണ് ചാള. പക്ഷേ ഇതറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല മുട്ടയൊക്കെയുള്ള നല്ലൊരു വണ്ണമുള്ള സൈസ് ചാളയാണ്. അപ്പോൾ ഞാൻ മീൻ വെട്ടുന്ന കത്രിക വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യണത്. കത്തിനേലും എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് കത്രികയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് മീനിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം കത്രികയുടെ ഒരു സൈഡ് മാത്രം എടുത്തിട്ട് കത്തി പോലെ ചരിച്ച് പിടിച്ചിട്ട് വാലിൻ്റെ അവിടെ മുതൽ ഇതേപോലെ ചെതമ്പലൊക്കെ നന്നായിട്ട് കളഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യണത് ഇതേപോലെ കത്രിക ഒരു പൊസിഷനിൽ തന്നെ പിടിച്ചിട്ട് എല്ലാ മീനിൻ്റെയും ചെതമ്പൽ ആദ്യം കളഞ്ഞ് ഇടും. അതിന് ശേഷമാണ് തലയും വാലൊക്കെ കളയണത്. അല്ലെങ്കിൽ കത്രിക ഒരു പ്രാവശ്യം ചരിച്ച് പിടിക്കണം, പിന്നെ നേരക്ക് പിടിക്കണം. അപ്പോൾ ഓരോ മീനും അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ട് പോലെയാണ് തോന്നണത്. അപ്പോൾ എളുപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ എല്ലാ മീനിൻ്റെയും ചെതമ്പൽ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കത്രിക നേരക്ക് പിടിച്ചിട്ട് വേഗം വാലും തലയും കുടലൊക്കെ കളഞ്ഞിടാം. അപ്പം ഞാൻ എൻ്റെ വാലും ചിറകൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി തല മുറിച്ച് കളയാണ്. എന്നിട്ട് അതിൻ്റെ വയറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിലെ കുടലൊക്കെ കളയാണ്. അപ്പോൾ ചില മീനിന് മുട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മീനിന് നല്ല മുട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാണ്. ഇത് നമുക്ക് വേറെ നല്ല ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മീനിൻ്റെ മുട്ട. എന്നിട്ട് കത്രിക കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ബാക്കി ക്ലീനിങ് നമ്മളിനി ലാസ്റ്റ് ഉപ്പൊക്കെ ഇട്ട് ഉരച്ച് കഴിയുമ്പോൾ ക്ലീൻ ആയിക്കോളും. അപ്പോൾ ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കാണിക്കുകയാണ്. അപ്പോൾ ഇത് ചെതമ്പലൊക്കെ നന്നായിട്ട് കളഞ്ഞ മീനാണ് കേട്ടോ. അപ്പോൾ വീണ്ടും അതിൻ്റെ തല കളഞ്ഞു കൊടുക്കുകയാണ്. വാലും ചിറക് കളഞ്ഞിട്ടുണ്ട്. വയറ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ പോലെ കുടൽ കളയണ്. പിന്നെ അതിൻ്റെ മുട്ടയൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതേപോലെ 3 മീനിൻ്റെ തല കളഞ്ഞ് ഞാൻ വയ്ക്കുന്നുണ്ട്. ഇനി ചാളയുടെയൊക്കെ തല ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ. അപ്പോൾ 2 സൈസ് ചാളയുടെ തല നമുക്ക് കട്ട് ചെയ്യാതെ എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ അടുത്ത ക്ലീനിങ്ങിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ വാല് കളയുക, ചിറക് കളയുക, എന്നിട്ട് തലയുടെ പുറം ഭാഗം കൊണ്ട് ചെകളയെന്ന് പറയും കേട്ടോ. ഞങ്ങളങ്ങനെയൊക്കെ പറയണേ. അപ്പോൾ അത് കത്രിക വെച്ച് ഇതേപോലെ കളയുക. എന്നിട്ട് വയറ് കട്ട് ചെയ്യുക, കുടൽ കളയുക, മീനിൻ്റെ മുട്ട വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇതേപോലെ തല എടുക്കാം കേട്ടോ. തല ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും എടുക്കാം. അപ്പോൾ ഇതേപോലെ നേരത്തെ ഒരു തല പോലെ നമുക്ക് കിട്ടും. വീണ്ടും അതിൻ്റെ വയറൊക്കെ കത്രിക കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേറെ കത്തിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഇതേപോലെ ഒരു നീണ്ട തല പോലെ നമുക്ക് എടുക്കാം. അപ്പം ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കാണിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ 3 ചാള ഞാൻ ഇതേപോലെ തല കളഞ്ഞ് നേരത്തെ തല പോലെ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തല മൊത്തമായിട്ട് എടുക്കണവരുണ്ടാവും. അപ്പോൾ മൊത്തമായിട്ട് തല എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ചകിള ഇതൊക്കെ കളയണം. അപ്പം മീനിൻ്റെ തലയുടെ അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കയ്യും കൊണ്ട് അതിൻ്റെ ഉള്ളിലെ പൂ പോലത്തെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കൈ കൊണ്ട് വലിച്ച് കളയുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ചാളയുടെ പുറംഭാഗം നോക്കുമ്പോൾ ഫുൾ തലയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. വീണ്ടും ഞാനൊരു പ്രാവശ്യം കൂടി കാണിക്കുകയാണ്. വാല് കളയുക, ചിറക് കളയുക, തലയുടെ അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ തലയുടെ അകത്തുനിന്ന് ഒരു പൂ പോലെ ഒരു ചുമന്ന സാധനം ഉണ്ടാവും, അത് വലിച്ച് കളയുക. എന്നിട്ട് വയറ് കട്ട് ചെയ്യുക, കുടൽ കളയുക. അതിലെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ
വേറെ പാത്രത്തിലേക്ക് മാറ്റിയിടുക. അപ്പോൾ എല്ലാ മീനിനൊന്നും മുട്ട ഉണ്ടാവില്ല കേട്ടോ. ചില സീസണിലാണ് മീനിന് മുട്ടയൊക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്കിതേപോലെ ഫുൾ തലയായിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതേപോലെ ഫുൾ തലയായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഫുൾ തലയായിട്ട് 3 മീൻ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പകുതി തലയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തം തല കളഞ്ഞ രീതിയിലും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തല ഇഷ്ടമുള്ളവർക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇതേപോലെ തല എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്യണേന്ന്. ഇനി ഞാൻ ബാക്കി മീനെല്ലാം ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേപോലെ തല ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ മീനും നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റാണ്. ഇനി നമുക്കത് കളയാം. ഇനി അതിൻ്റെ ഇത്രയും മുട്ടയുണ്ട കിട്ടിയത്, 1 കിലോ ചാളയിൽ നിന്ന് അത്രയും മുട്ട കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ എല്ലാ മീനിനും മുട്ടയുണ്ടായി. അപ്പോൾ കല്ലൊക്കെ കഴുകിയെടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കല്ലുപ്പൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് ഉരച്ച് കഴുകാനായിട്ട്. ഇപ്പം ഞാൻ പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കലം ഒന്ന് ചെറുതായിട്ട് ചരിച്ച് പിടിച്ചിട്ട് കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉരക്കണ രീതിയിൽ ഇതേപോലെ ഉപ്പിട്ട് ഉരച്ചെടുക്കുക. ഒരു കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ഉരച്ചെടുക്കുക. അപ്പോൾ ഇത്രയും സമയമായിട്ട് ഞാൻ ഉരച്ചെടുത്തത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ 3-4 പ്രാവശ്യം മീൻ കഴുകിയെടുക്കുക. അപ്പോൾ ഞാൻ എത്ര പ്രാവശ്യമാണ് കഴുകണത് അത് മൊത്തം ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്തെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് 1 പ്രാവശ്യം ഞാൻ ക്ലീൻ ചെയ്ത് അപ്പോൾ ക്ലീൻ ആയിട്ടില്ല, ആ വെള്ളം കളഞ്ഞു. അപ്പോൾ വീണ്ടും ആ കലത്തിലേക്ക് മീനിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇനിയും ക്ലീൻ ആവാനുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ക്ലീനായി വരുന്തോറും വെള്ളം നല്ല ക്ലീനായിട്ട് വരും. അപ്പോൾ അപ്പോഴും ക്ലീൻ ആയിട്ടില്ല. അപ്പം കല്ലൊക്കെ കഴുകി കൊടുത്തിട്ട് വീണ്ടും ആ മീൻ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 പ്രാവശ്യം കൂടി വെള്ളമൊഴിച്ച് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ മീൻ നല്ല പ്യൂർ വൈറ്റായിട്ട് നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ കണ്ട് ആദ്യത്തേലും നല്ല തെളിഞ്ഞ് വന്നില്ലേ വെള്ളം. ആദ്യം കുറച്ച് ചോര പോലെയൊക്കെ ഇരുന്ന് വെള്ളം വരുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കണ്ട്. അപ്പോൾ നമ്മൾ കറി വയ്ക്കാൻ നേരത്ത് വീണ്ടും 1 പ്രാവശ്യം കൂടി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ചാള നന്നാക്കാൻ അറിയാൻ പാടില്ലാത്തവർ എൻ്റെ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്കതിൻ്റെ അപ്പോൾ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല നിറമൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ഇനി അതിൻ്റെ മുട്ട നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അകത്ത് ചെറിയൊരു കറുത്ത പാട പോലെയൊക്കെ ഉണ്ടാകും. അത് ചെറുതായിട്ടൊന്ന് വലിച്ച് കളയുക. അങ്ങനെ ഇതേപോലെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കറുത്ത പാടയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചാള ക്ലീൻ ചെയ്തതുപോലെ വീണ്ടും ഇത് വെള്ളമൊഴിച്ച് ഇങ്ങനെ 1 പ്രാവശ്യം കഴുകിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും. ഇത് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കാം, അല്ലെങ്കിൽ സവാളയൊക്കെ വാട്ടിയിട്ട് നല്ല റോസ് പോലെ എടുക്കാം. എങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എടുക്കൊക്കെ കുറച്ചും കൂടി പാടയൊക്കെ അതിൻ്റെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ കഴുകിയെടുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ട മുട്ടയുടെയൊക്കെ പാടയൊക്കെ കളയാണ്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നിപ്പോകുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ചിലതൊക്കെ വഴുതി വീഴും. അങ്ങനെ പോകാത്തതിൻ്റെയൊക്കെ ഞാൻ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തേൽ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അതും അറിയാൻ പാടില്ലാത്തവർക്ക്
അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതും ഒരുപാട് പ്രാവശ്യം വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് ക്ലീനായി വരുന്നത് വരെ. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ കമൻ്റൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത മീൻ നന്നാക്കുന്ന വീഡിയോയുമായിട്ട് വരാം കേട്ടോ.